ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ദിവസമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് ഷോപ്പൊന്നും തുറക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ലേറ്റായിട്ടാണ് എണീറ്റത്. കുറേ ലേറ്റായിട്ടെന്ന് ഇന്നലെ നേരത്തെ എണീക്കാനൊക്കെ കിടന്നതാണ്. പക്ഷേ ഒരുപാട് ലേറ്റായി, 8:30 9 മണിയായി എണീറ്റപ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകണം. അതിൻ്റെ ഉള്ള തിരക്കിലാണ് ഞാൻ ഇന്ന് നേരെ പോയത്. മിഷ്യനിൽ ഇന്നലെ രാത്രി കുറേ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. തുണിയെല്ലാം മിഷ്യൻ അതിൻ്റെ ജോലി കറക്റ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഞാനത് എൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ മിഷ്യൻ വിചാരിക്കിട്ടില്ലേ ഇവളൊരു അഹങ്കാരിയാണ്, ജോലി ചെയ്യാൻ മടിച്ചാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ തുണിയും കൂടെ അതിനിട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്യാനിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വിരിച്ചിടാമെന്ന്. അപ്പോൾ നല്ല വെയിലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി നമുക്ക് വിരിച്ചിടാം. അങ്ങനെ നേരെ നമ്മൾ ടോപ്പിലേക്കാണ് പോയത്. നമ്മുടെ ടോപ്പിൽ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇന്നലെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പം ഒട്ടിച്ച സ്റ്റിക്കറാണ്. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മന്ദബുദ്ധിതരെ ഞാൻ കാണിക്കാറുണ്ട്. തലേന്ന് ഒട്ടിച്ച സ്റ്റിക്കറാണ്. ഇപ്പോഴും ഓർമ്മയില്ലാതെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ് സെക്ഷനിലോട്ടാണ് കടന്നത്. ഇവിടെ നല്ല പൊടിയാണ് കേട്ടോ. നമ്മുടെ റോഡ് സൈഡിന് വീടായതുകൊണ്ട് എപ്പോഴും ഭയങ്കര പൊടിയും കാര്യങ്ങളും ഒക്കെയാണ്. പലർക്കും അറിയാമായിരിക്കും, റോഡ് സൈഡിൽ താമസിക്കുന്നവർക്ക് നമ്മുടെ വീടുകളിലൊക്കെ ജനലിലും കർട്ടനിലും ഒക്കെ ഭയങ്കര പൊടിയായിരിക്കും. അത് മിക്കവർക്കും അറിയാമായിരിക്കും. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇന്നലെ ഇക്കാടെ ഫ്രണ്ട് കുറേ ബ്ലാക്ക് നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ സീതപ്പഴം എന്നൊക്കെ പറയുന്ന സാധനമാണിത്. അപ്പോൾ അത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, കുറേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നല്ലതായിട്ട് കുറച്ചൊക്കെ പഴുത്തിരിക്കുന്നു. നല്ല നാടൻ പഴമാണ് കേട്ടോ, നല്ല മധുരമുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് നേരെ പോയത് റെഡിയാവാനാണ്. അപ്പോൾ ഇന്ന് റെഡിയായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കിന്ന് കൊല്ലത്തൊരു കല്യാണമുണ്ട്. അപ്പോൾ എന്നും കല്യാണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നും കല്യാണമല്ല. ഇന്ന് നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിൻ്റെ കല്യാണമാണ്. കഴിഞ്ഞ സൺഡേ ഉണ്ടായിരുന്ന കല്യാണം കേട്ടോ. അങ്ങനെ നേരെ ഞാൻ പോകുന്നത് മോൻ്റെ കൂടാണ്. അപ്പോൾ മക്കൾ കാറ് പഠിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സൈഡ് സീറ്റിലിരുന്ന് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ചാണ് പോകാറ്. അങ്ങനെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മൂന്നാംകുറ്റി സന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു. ഇവിടെയൊക്കെ നല്ല സ്റ്റേജ് ഡെക്കറേഷനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി സെറ്റ് കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രൂമും ബ്രൈഡും ഒക്കെ വന്നു. ഇവരുടെ നിക്കാഹ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു താലികെട്ട് അങ്ങനെയുള്ള ഫങ്ഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അടിപൊളി ബിരിയാണിയായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, എൻ്റെ ഏറ്റവും പഴയ ഒരു ഫ്രണ്ട്, എൻ്റെ സ്കൂൾമേറ്റിനെ കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ സന്തോഷം ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.